നമസ്തേ പ്രിയമിത്രങ്ങളെ, ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നവാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. അത് മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. കാരണം നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ദിവ്യങ്ങളായ പല മന്ത്രങ്ങളുമുണ്ട്. മറ്റുള്ളവർ ഒരുക്കുന്ന ചതിക്കുഴികളിലും പലപ്പോഴും നമ്മൾ വീഴാറുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആ മന്ത്രത്തെപ്പറ്റി ഒരു ബോധമുണ്ടാകണം. ആരും നമ്മളെ ചീറ്റ് ചെയ്യുവാനോ പറ്റിക്കുവാനുമുള്ള അവസരം ഉണ്ടാകരുത്. ഇവിടെ ഇത് സൂചിപ്പിക്കുവാനുള്ള കാരണം, പരിചിതരായ ചിലർ സംസാരമധ്യേ പറയുകയുണ്ടായി, ധാരാളം തുക ചെലവ് ചെയ്ത് ഒരു നവാക്ഷരി ഹോമം പരിഹാരാർത്ഥമായി നടത്തിയിട്ടും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മാതിരിയുള്ള മന്ത്രങ്ങളൊന്നും ജപിക്കുന്നതേ കേട്ടിട്ടില്ല, വളരെ വേഗത്തിൽ തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഭഗവതി സേവ, ദേവിയുടെ അഷ്ടോത്തരം പോലും ജപിക്കുവാൻ മെനക്കെടാതെ ഭഗവതി സേവ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കളായിട്ടുള്ളവരിൽ നിന്ന്, അമ്മയുടെ ഉത്തമ ഭക്തരായിട്ടുള്ളവരിൽ നിന്ന് അനിയന്ത്രിതമായി ധനം സമാഹരിക്കുന്ന ചുരുക്കം ചില വ്യക്തികൾ ഈ സമൂഹത്തിൽ സജീവമായിട്ടുണ്ട്. അവർ പലപ്പോഴും മന്ത്രങ്ങൾ വിധിപ്രകാരമാണ് തങ്ങൾ പറയുന്നതാണ് ശരിയായ ഹോമ വിധി അല്ലെങ്കിൽ താന്ത്രിക വിധി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സാധുക്കളായിട്ടുള്ളവരെ പറ്റിക്കാറുണ്ട്. സാധുക്കൾക്ക് പലപ്പോഴും ആ മന്ത്രത്തെപ്പറ്റി പോലും ഏകദേശം ധാരണ ഉണ്ടാവുകയില്ല. പലപ്പോഴും അത് അവരെ സങ്കടത്തിലേക്കും എത്തിക്കും. ഒരുപക്ഷെ കുടുംബത്തിലുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായോ, സന്തതികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതര വിഷയങ്ങൾക്കോ വേണ്ടി ഇല്ലാത്ത ധനം കണ്ടെത്തുകയും അതിനുള്ള ക്രമീകരണം ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ അത് അർഹിക്കുന്ന ബലത്തെ പ്രയോജനം ചെയ്തില്ല എങ്കിൽ അത് മറ്റു ചിലരുടെ ചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങായി മാറപ്പെടുമ്പോൾ അത് അധാർമികം തന്നെയാണ്. ഇങ്ങനെ അധാർമികമായി കരഗതമാക്കുന്ന തൊട്ടൊന്നുപോലും ഇത്തരക്കാർക്ക് പ്രയോജനപ്പെടില്ല. ഒരുപക്ഷെ ഏറിയാൽ കുറേ നാളത്തേക്കത് ഗുണമായിരിക്കാം, പിന്നീട് അതിൻ്റെ പലിശ അടക്കം കൊടുക്കേണ്ടി വരുമെന്ന് ദേവീ മാഹാത്മ്യത്തിലും ദേവീ ഭാഗവതത്തിലും ദേവി തന്നെ പലപ്പോഴായി സൂചിപ്പിക്കുന്നുണ്ട്. എന്നാലും മനുഷ്യർ മൂന്താനം തിരുമേനി പറഞ്ഞ പോലെ ആശയായുള്ള ഭാഷയെന്ന് പിടിവിടാതെ മുകളിലേക്ക് കയറാൻ നോക്കുകയാണ്. ഒടുക്കം മേളിൽ നിന്ന് പൊട്ടി ടപേ എന്ന് പറഞ്ഞ് താഴെ പതിക്കുന്നവരെ ഈ കയറ്റം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയുടെയും ഒട്ടുമിക്ക മന്ത്രങ്ങളെയും പ്രിയമിത്രങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സാധനയുടെ ഭാഗമാക്കിയാലും ഒരു പരിധിവരെ തെറ്റില്ല, പക്ഷേ താന്ത്രിക ഹോമ വിധികൾക്ക് പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിലാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. അതുകൊണ്ടാണ് മന്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ അറിവിൽ ഒരു നവാക്ഷരി ഹോമം നടത്തപ്പെട്ടാൽ ഈ മന്ത്രം അവിടെ ചൊല്ലുന്നുണ്ടോ, ഹോമത്തിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഹവിസ് അർപ്പിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ ശ്രദ്ധിക്കാൻ കഴിയുകയില്ലേ? നമ്മെ ആർക്കും പറ്റിക്കുവാൻ ഒരു പരിധി വരെയെങ്കിലും കഴിയുകയില്ല. അല്ലെങ്കിൽ ഒരു ഭഗവതി സേവ നടത്തുമ്പോൾ എപ്രകാരമായിരിക്കണം ചുരുങ്ങിയ രീതിയിലാണെങ്കിലും അത് നടത്തേണ്ടത്, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തലം എന്താണ് എന്നെങ്കിലും നമ്മളൊന്ന് അറിയണ്ടേ? പലപ്പോഴും യാതൊരുവിധ ബോധവും നമ്മൾക്കില്ലാതെ പൂജാതി കർമ്മങ്ങൾക്കായി എത്തുന്നു എല്ലാം അറിഞ്ഞവർ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിനുള്ള ചട്ടുകങ്ങളായി, ഇരകളായി നമ്മൾ മാറുന്നു. അത് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല. അത്തരത്തിലുള്ള പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുവാനും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നവാക്ഷരി മന്ത്രമാകട്ടെ, സഹസ്രനാമമാകട്ടെ, മൃത്യുഞ്ജയ മന്ത്രമാകട്ടെ, ഇവയെല്ലാം പ്രിയമിത്രങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്, അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രിയമിത്രങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള ഇതേ പേരിലുള്ള ഹോമങ്ങൾ നടക്കുമ്പോഴെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ ആ മന്ത്രം ജപിച്ചില്ല, എന്താണ് ജപിക്കാത്തത് എന്ന് സ്വാഭാവികമായും ചോദിക്കാനുള്ള അറിവും ആർജവവും നമ്മൾ ഓരോരുത്തരും കരഗതമാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ചില മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഛന്ദസ്സോ ധ്യാന ശ്ലോകവും പോലുമോ പറയാറില്ല. പ്രധാനപ്പെട്ട മൂലമന്ത്രം മാത്രമായിരിക്കും പരിചയപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നവാക്ഷരി മന്ത്രത്തിൻ്റെ മൂലമന്ത്രമാണ് പ്രിയമിത്രങ്ങൾക്കായി പരിചയപ്പെടുത്തിയത്. അപ്പോൾ പല സജ്ജനങ്ങളും ചോദിക്കുകയുണ്ടായി, പല മിത്രങ്ങളും ചോദിക്കുകയുണ്ടായി, എന്തേ ഇതിൻ്റെ ധ്യാന ശ്ലോകം പറയാതിരിക്കുന്നത്, എന്തേ ഇതിൻ്റെ ഛന്ദസ്സിനെ പറ്റി പറയാത്തത്, അല്ലെങ്കിൽ ഛന്ദസ് എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി. അതറിയേണ്ടവർക്ക് അറിയാനുള്ള ജിജ്ഞാസ ഉണ്ട് എന്ന് വ്യക്തമാക്കിയതിനാൽ അതറിയേണ്ട നിങ്ങൾക്കായി ഛന്ദസ്സും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു, ധ്യാന ശ്ലോകവും എത്തിക്കുന്നു. എന്നാൽ അപ്പോഴും ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞോട്ടെ, ഹോമാദി കർമ്മങ്ങൾക്കോ താന്ത്രികപരമായ കർമ്മങ്ങൾക്കോ ഉത്തമനായ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിലൂടെ മാത്രമേ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാവൂ. മറിച്ച് ജപിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. അത് അടുത്ത് ഉത്തമനായ ഒരു ഗുരുവിനെ കിട്ടിയില്ല എങ്കിൽ വിശ്വൈക ഗുരുവായ ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മന്ത്രം തെറ്റാതെയും ആ ഭക്തവത്സലയായ ഭഗവതിയുടെ ദിവ്യമായ രൂപത്തെ, ശക്തിമത്തായ ദുർഗാരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിച്ചോളൂ, യാതൊരു സംശയവുമില്ല. അമ്മയുടെ നാമമല്ലേ, ചെറിയ കുറ്റങ്ങളൊക്കെ വന്നാലും അമ്മ ക്ഷമിക്കുമെന്നാണ് ഈ എളിയവൻ്റെ പരിമിതമായ അറിവ്. അതുകൊണ്ട് ഭക്തവത്സലയായ ഭഗവതിയെ അറിയണം, അമ്മയെ സ്തുതിക്കണം, ഈ മന്ത്രവും ദൈനംദിന ജപത്തിൻ്റെ ഭാഗമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ തെറ്റു പറയാനേ പാടില്ല.
തന്നെയുമല്ല അതൊരു നല്ല കർമ്മം തന്നെയാണ്. ഒരുപക്ഷെ കലികാല ബാധയിൽ നിന്ന് ആ കാർത്തിയായനിയുടെ കൃപാകടാക്ഷം നിങ്ങളെ കരകയറ്റുവാൻ വളരെയേറെ ഗുണപ്രദമായി ഭവിച്ചേക്കാം. അതിനുമപ്പുറം മറ്റുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കപടപൂജാരികളിൽ നിന്ന് രക്ഷ നേടുവാനും അല്പം ജാഗരൂകരായി മാറുവാനും ഇത്തരത്തിലുള്ള അവസരം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ശരിക്കും ഭഗവാനും ഭക്തനും ഇടയ്ക്കുള്ള മീഡിയേറ്ററാണ് പുരോഹിതൻ. ആ പുരോഹിത വൃത്തിയുടെ പവിത്രതയെപ്പറ്റി ഏറ്റവും കൂടുതൽ ബോധവാനാകേണ്ടത് ഭക്തനുമല്ല ഭഗവാനുമല്ല ഒരുപക്ഷെ പുരോഹിതനാണ്. താൻ ഈ കർമ്മത്തിന് ഈശ്വര നിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത്. താൻ ചെയ്യുന്ന ഓരോ കർമ്മത്തെയും കണ്ടുകൊണ്ട് സർവേശ്വരനും സർവേശ്വരിയും തന്നെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലം തീർച്ചയായും എനിക്ക് കിട്ടും. അതുകൊണ്ട് എന്നെ ഈ കർമ്മം ഏൽപ്പിച്ച ആ ഭക്തനെ വഞ്ചിക്കാതെ ഈശ്വരിയുടെ നീതിക്കും ന്യായത്തിനും നിരക്കാത്തതായി ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല. ഒരുപക്ഷെ മന്ത്രം എനിക്കറിയില്ലെങ്കിൽ ഒരു ഹോമത്തിന് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഹോമം തുടങ്ങുന്നതിന് മുമ്പായി തന്നെയെങ്കിലും ആ മന്ത്രത്തെ ഹൃദയസ്ഥമാക്കുവാനും വിധിപ്രകാരം ചെയ്യുവാനുമുള്ള ശ്രദ്ധയുണ്ടാകണം. കാരണം ഭക്തന്റെ സങ്കടം പരിഹരിക്കുവാൻ വേണ്ടി ഭക്തൻ വിശ്വസിച്ചെന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഈ ഹോമം. അതുകൊണ്ട് ആ ഭക്തന്റെ പ്രാർത്ഥന ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്തണം, തൃശ്ശേവടികളിലേക്ക് എത്തണം. ഭഗവാന്റെ അനുഗ്രഹം ആ ഭക്തന് വാങ്ങിക്കൊടുക്കണം. അതായത് ഒരു വക്കീല് തൻ്റെ കക്ഷിക്ക് വേണ്ടി ശക്തിയുക്തവും നീതിയുക്തവും ആത്മാർത്ഥതയോടും കൂടി വാദിച്ച് ആ കേസിനെ വിജയിപ്പിക്കാൻ എടുക്കുന്ന അതേ എഫർട്ടായിരിക്കണം ഒരു പുരോഹിതനും എടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ യോഗ്യത നേടിയിട്ടുള്ളവരാണോ എന്ന് പോലും അറിയാതെ പലരെയും നമ്മൾ പൂജയ്ക്കാൻ തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏടാകൂടങ്ങളിൽ ചാടാതിരിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് പരിചിതങ്ങളായിട്ടുള്ള ഉറപ്പുള്ളവരെ തിരഞ്ഞെടുക്കൂ. ഇനിയും തിരഞ്ഞെടുത്താൽ തന്നെ കൊടുക്കുന്ന ദക്ഷിണ അർഹതയുള്ള കരങ്ങളിലേക്കാണോ എത്തുന്നത് എന്ന് ശ്രദ്ധിക്കണം. അവർ കൃത്യമായിട്ടാണോ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇത്തരത്തിലുള്ള ആസുരീയ പ്രവണതകളെയും ആസുരീയ സ്വഭാവധാരികളെയും തീർച്ചയായും ഒരു പരിധിവരെയെങ്കിലും നമ്മൾക്ക് അകറ്റി നിർത്താം. എന്നെ ആരെങ്കിലും പറ്റിക്കുന്നുവെങ്കിൽ അത് പറ്റിക്കുന്നവൻ്റെ മിടുക്കല്ല, മറിച്ച് എന്നിലുള്ള സർവേശ്വരിയുടെ ആ ജ്ഞാനദേവതയുടെ പരിപൂർണമായ ജ്ഞാനത്തെ ഞാൻ പ്രയോജനപ്പെടുത്താത്ത ഒരൊറ്റ കാരണത്താലാണ് മറ്റൊരുത്തൻ എന്നെ പറ്റിക്കുന്നത് എന്ന ബോധമുണ്ടായാൽ തന്നെ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ജ്ഞാനിയുടെ തലത്തിലേക്ക്, സ്വയം പര്യാപ്തയുടെ തലത്തിലേക്ക് ഉയരും. അങ്ങനെ അത് മന്ത്രജപത്തിലാകട്ടെ, കർമ്മമേഖലകളിലാകട്ടെ, ഏത് മേഖലകളിലായാലും നമ്മെ ചതിക്കാതിരിക്കുവാനും വഞ്ചിക്കാതിരിക്കുവാനും മറ്റുള്ളവൻ്റെ ചട്ടുകമായി മാറാതിരിക്കുവാനും അവനവൻ തന്നെ സ്വയം ഒരല്പം അറിവിനെ ആർജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മറിച്ച് അത് ആർജിക്കുക തന്നെ വേണം എന്ന് അറിവിൻ്റെ നിർഗുണങ്ങൾ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മന്ത്രത്തെ നമുക്കിനിയും വിധിപ്രകാരം ഒന്ന് അറിയുവാൻ ശ്രമിക്കാം. അസ്യ ശ്രീ നവാക്ഷരീ മന്ത്രസ്യാത് ബ്രഹ്മ വിഷ്ണു രുദ്ര ഋഷയ ഗായതൃഷ്ണീം ഗനുഷ്ടുച്ഛന്ദ എന്നും, അതുമല്ല എങ്കിൽ അസ്യ ശ്രീ നവാക്ഷരീ മഹാമന്ത്രസ്യ ബ്രഹ്മ വിഷ്ണു രുദ്ര ഋഷയ ഗായതൃഷ്ണീം ഗനുഷ്ടുച്ഛന്ദാംസി ഐം രക്തദന്തികാ ദുർഗാ ഭ്രാമര്യോ ബീജാനി ഹ്രീം മന്ദാ ശാകംബരീ ഭീമ ശക്തയഃ ക്ലീം അഗ്നിവായു സൂര്യഃ തത്വാനി ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രത്യർത്ഥേ ജപേ വിനിയോഗഃ എന്നും ജപിക്കാവുന്നതാണ്. ധ്യാനമന്ത്രമാണെങ്കിൽ മാധർമേ മധുകൈടവഗ്നീ മഹിഷ പ്രാണോപഹാരോദ്യമേ ഏലാ നിർമ്മിതധൂമ്രലോചനവദേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിശുംഭാവഹി ശുംഭധ്വംസിനീ സംഹ്രാശു ദുരിതം ദുർഗേ നമസ്തേംബികെ ലമിത്യാദി മാനസോപചാരൈ സംപൂജ്യ അഷ്ടോത്തരശതം മൂലമന്ത്രം ജപേത്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ ശ്രീ ദുർഗായൈ നമഃ. ഇതാണ് ആ മന്ത്രത്തിൻ്റെ ഛന്ദസ്സും ധ്യാനവും. ഇങ്ങനെ ജപിക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്രകാരം ജപിക്കാം. എന്തായാലും ജപിക്കുമ്പോൾ കഴിവതും തെറ്റുവരാതെയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ തീർച്ചയായും അതുകൊണ്ട് ഗുണം തന്നെയാണ്. യാതൊരുവിധ ദോഷവും ഉണ്ടാകില്ല. എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത സർവേശ്വരി കുറയ്ക്കുക തന്നെ ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. ഹരി ഓം.